ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഒരു പാത്രം വേറെ എവിടെയുണ്ട്? ബ്രെഡും പയറും. അത് ഒരു ബ്രെഡ്. ഇത് ബ്രെഡ് ഒരു ബ്രെഡ്, കുറച്ച് പയർ, പിന്നെ ഒരു പഴം. ഇത് വെച്ച് എങ്ങനെ ജീവിക്കും മനുഷ്യൻ? ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ജോലിക്ക് പയർ ഇഷ്ടമല്ല, പയർ കഴിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ ബ്രെഡ്, അതുകൊണ്ട് എനിക്കൊരു 2 ബ്രെഡ്, 2 ബ്രെഡ് അതിന്റെ ത്യാഗം പറ. അതെ, ഭാവന എന്ത് ബ്രെഡ് കഴിക്കുന്നില്ല, പയർ മാത്രം കഴിക്കണം. കഴിച്ചിട്ട് വരാം. ലൈറ്റ് ഇടറോ? എന്ത് ചെയ്യുവാ? ഞാനിവിടെ എന്തെന്നറിയാത്ത എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരെന്ത് കഴിച്ച് രോഹിത്തേട്ടനും എലിസബത്ത് ചേച്ചിക്കും എല്ലാവർക്കും ടഫ്, ടഫ്. എന്നിട്ട് ഞാൻ എന്താ ഇവിടെ മൂഞ്ചി തെറ്റിയിരിക്കും. ഒരുപാട് നീണ്ട നേരത്തെ റെക്കോർഡ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്, ഫുഡ് വാങ്ങാൻ പോവുകയാണ്. അതെ, ഫുഡ് മേടിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ റൂമിലിരുന്ന് കഴിക്കും. റൂമിൽ കഴിക്കുന്ന നമുക്ക് ഇഷ്ടമല്ലേ, അതൊരു പ്രത്യേക സുഖമാണ്. കുറേ സമയം ഫുഡ് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് സമയം ഇരുന്ന് സംസാരിച്ച് പതുക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും ഞാൻ എഴുതി കേട്ടോ. എൻ്റെ ഒരു ഫുൾ റെക്കോർഡ് ചെയ്ത് തീർക്കാൻ ഉണ്ടായിരുന്നു. ലേറ്റഡ്, വെരി ഗുഡ്. ഞാൻ നേരത്തെ കംപ്ലീറ്റ്. യു ആൾസോ ഗുഡ്. അപ്പം ഇനി അവിടെ നിന്ന് ഫുഡ് മേടിക്കണം, റൂമിൽ വരണം. റേഞ്ചർ അവരോട് സംസാരിക്കുകയാണ്. ഒരു കടയെ ലക്ഷ്യം വെച്ചാണ് നമ്മൾ പോകുന്നത്. ആ കട അടച്ചാൽ ഞങ്ങൾ റീച്ച്. പക്ഷെ അത് തുറന്നിട്ടുണ്ട്. ഞങ്ങൾ സാധാരണ സൺഡേ ഒക്കെ അവിടെ ഫുഡ് മേടിക്കാറുണ്ട്. അവർ നമ്മളെ കണ്ടിട്ടാണ് ഹായ് കാണിച്ചത്. വീഡിയോ അപ്പുറം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചു അയാള് ഇങ്ങനെ നോക്കിക്കൊണ്ട് വരുവാ. അപ്പൊ ഞാൻ അപ്പൊ എന്താന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ നോക്കിയേ? അപ്പൊ എന്നെ നോക്കിയതാരാന്ന്. അപ്പൊ അങ്ങനെയാണോ? ഇവിടെ നിന്നാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത്. പ്രോക്കള്ളൻ അവൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. അവൻ ഇങ്ങനെയാണ് പിടിക്കുന്നത്, ഇങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. പ്രോക്കള്ളൻ അറിയാൻ പോകുന്നില്ല. നിനക്കറിയോ? ഹിപ്സ്റ്ററിനെ അറിയാവാ? ഹിപ്സ്റ്ററിന്റെ കൂടെ ഉള്ളതാണ് പ്രോക്കള്ളൻ. ഫുഡ് മേടിക്കാം. അതിന്റെ എന്തോ കെമിക്കൽ ആടി, എന്തോ നമ്മള് ലാബ് ചെയ്തപ്പോ എന്തോ ആയതാ. ഇവളുടെ നഖത്തിന്റെ കൂട്ടല്ലേ ഇതിരിക്കുന്നേ? ഇത് അതിന്റെ ആടിയേ ചൊറി പിടിച്ചു. കെമിക്കൽ ആടിയത്. ഒരു ബിരിയാണി മേടിച്ചിട്ട് വരുമ്പോൾ എന്തായാലും സമയം എടുക്കും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ റൂമിൽ ചെന്ന് സാലഡ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. കാരണം അവർക്കിപ്പം പയ്യെ പൊതിയത്തുള്ളൂ, 4 പൊതി പൊതിയണം, സമയം എടുക്കും. പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുള്ളൂ. 4 ഇറങ്ങണ്ടായിരുന്നു, പയ്യെ പൊതിയായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങനെയാ, എവിടെ പോയാലും 4 പേരും. ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് പറഞ്ഞാലും 4 രൂപ. വലിയ മടിയൊന്നുമില്ല, നല്ല പിള്ളേർ. നമ്മൾ റൂമിൽ പോയി സാലഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ അവർ വരുമ്പോഴത്തേക്കും ബിരിയാണി ഫുഡ് കഴിക്കും. ബിരിയാണി നമ്മൾ സാലഡ് സെറ്റ് ചെയ്തായിരുന്നു വന്നപ്പോൾ. കടയിൽ നിന്ന് സാലഡ് തന്നായിരുന്നു. സാലഡ് വെക്കട്ടെ? കഴിച്ചിട്ട് നന്നായി. വ്ളോഗ് മിസ് ചെയ്യും ഭവാനി. അതെ അതെ, എന്റെ 100ഓളം സബ്സ്ക്രൈബേഴ്സ് മിസ് ചെയ്യും. നിങ്ങൾ എനിക്ക് വേണ്ടി നല്ലത് വരാൻ പ്രാർത്ഥിക്കണം.
ഉറപ്പായിട്ടും. മിക്കവാറും എന്ത് വേണമെങ്കിലും തീരുമാനങ്ങൾ മാറാൻ അറിയാം. ഗായ്സ് അവൾ കുളിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ബൈ ബൈ. ഭാവനയ്ക്ക് 5:30 മെമു ഉണ്ട്. കൊല്ലത്തോട്ടാണ്. ബൈ ടാറ്റ. അത് ഞാൻ അടച്ചോളാം. ടാറ്റ ഭാവനി. ബൈ ബൈ ടാറ്റ. ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്കും ഭാവനേനെ കാണുന്നില്ല. ഇവിടെ പോയി ദേവുനിയാളവിടെ പറഞ്ഞു വിട്ട് ഭാവന വീട്ടിൽ പോയി ഗായ്സ്. അവൾക്കൊരു പെട്ടെന്നൊരു അത്യാവശ്യം വന്നു. അങ്ങനെ അവൾ വീട്ടിൽ പോയി. അവൾ നാളെയോ മറ്റന്നാളോ വരും. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് കാണിക്കണം. പല ആൾക്കാർക്കും ഞാനിവിടെ ഇല്ലെന്ന് സംശയമാണ്. ആർക്കാണ് നീ ഇവിടെ ഇല്ലെന്ന് സംശയം? അതുപോലെ മഴയ്ക്കുള്ളൊരു കോളുണ്ട്. മഴ പെയ്താൽ പെയ്യണ്ട. ഡ്രസ്സൊക്കെ ഉണങ്ങാൻ കിടപ്പുണ്ട്. അതെല്ലാം കുളമാവും. കളിയാക്കുന്നോടി. അതെ, ഞങ്ങൾ പറയാറുള്ള ചായക്കട ഇത്. ഞങ്ങൾ അറിയുന്നില്ല കേട്ടോ വീഡിയോ എടുക്കുന്നത്. നീ ശരിക്കും അറിഞ്ഞിട്ടില്ല കണ്ടോ? എങ്കിൽ ഇപ്പൊ ചായ ഇടാനാണ്. ചായ ചെയ്യുവാ. നല്ല സുഖം വെച്ച് ഉറങ്ങാൻ പോവുക. ബോധരഹിതയായിക്കൊണ്ടിരിക്കുക. നമ്മള് ഇനി ഈവിളൈനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു. ഈവിളയോ? എന്താ നല്ല കണ്ണുദോഷം, എന്തോ കണ്ണ് ദൃഷ്ടിയോ എന്തോ അങ്ങനത്തെ സാധനം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മള് ദൃഷ്ടിദോഷം. അതുകൊണ്ടാണ് നമ്മൾ മടിയന്മാരായി പോകുന്നതെന്ന് ഇവര് പറയുന്നത്. നെഗറ്റീവ് എനർജി, നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അവര് നമ്മളെ ഇങ്ങനെ ഇതാക്കും, ബാക്ക് സ്റ്റാമ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ നല്ല കാര്യത്തിനൊക്കെ. നിങ്ങൾക്ക് നെഗറ്റീവ് എനർജി കിട്ടിയിട്ടുണ്ടോ? പിന്നെ കിട്ടിയിട്ടുണ്ടോ? നല്ലവണ്ണം നമുക്കിപ്പോ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ദ ഹോൾ ക്ലാസ് 16 പേർക്കെന്ന് പറ. 16 പേർക്ക് 16 പേർക്ക് ഞാൻ പറയും. ഞാൻ ഏത് വേദിയിലും ഞാനത് പറയും. ഉച്ചത്തിൽ പറയും. നീ അത് പറയണം. നിന്നെ കൊണ്ട് അത് പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ പറയും. ഞങ്ങളെല്ലാം പ്രതികരിക്കും. ഒരു നാരങ്ങയും സ്റ്റൗവും വേണം. അതെങ്ങനെ പരിഹരിക്കാന്ന് കാണിച്ചിട്ടുണ്ട്. അത് സ്റ്റൗവിൽ ഇങ്ങനെ വെച്ചിട്ടേ നാരങ്ങ ഇങ്ങനെ വെച്ച് ഒരു 2 കണ്ണിങ്ങനെ വരുന്നുണ്ട് ഈ നാരങ്ങയില്. അങ്ങനെ വന്നാൽ നമുക്ക് ഈവില ഉണ്ടെന്ന് അർത്ഥം. കാണിച്ചു തരാം. ഇവിടെ സ്റ്റൗ ഇല്ലാതായപ്പോ ഇല്ലാതെങ്കിൽ ഇപ്പൊ ശരിയാക്കി തന്നേനെ. കണ്ട ഇങ്ങനെ കത്തിക്കുമ്പോ 2 കണ്ണ് വന്നുണ്ട്. 2 കണ്ണ് കാണാമോ നിനക്ക്? ഇതുണ്ടെങ്കിൽ ഈവിളായി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതെല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം, ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അവള് നാളെയല്ലേ അമ്പലത്തിൽ പോവാന്ന് പറഞ്ഞത് രാവിലെ. അപ്പൊ രാവിലെ അമ്പലത്തിൽ പോകണം. ഞാൻ ഇന്ന് കുളിച്ച് അത് കൂട്ടാൻ പറ്റും. ഇതിനെന്താ നാളെയും കുളിക്കണേ? അപ്പോ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമ്മൾ കോളേജിന്റെ വ്ലോഗുമായി വരുന്നതാണ്. ഇതൊക്കെ തന്നെ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇങ്ങനെ കാണിക്കലെന്നൊക്കെ പറയുന്നതായിട്ട് പിന്നെ ലൈക്കിന് ഇങ്ങനെ ഇത് കാണിക്കാൻ പറ്റുള്ളൂ. ഇങ്ങളെ പാമ്പറ ഇങ്ങനെ കാണിച്ചേ.